മറ്റൊരു ചോദ്യം. പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഇന്ന് പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വാഷിങ്ങിന് വേണ്ടി, അലക്കുന്നതിന് വേണ്ടി, തുണി കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീനുകൾ ഉപയോഗിക്കാത്ത വീടുകൾ ഒരു പക്ഷേ കുറവായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരു കാലികമായ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. നജസ്സുള്ള വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിൽ അലക്കാമോ? ഒരു പക്ഷേ നജസ്സില്ലാത്ത വസ്ത്രങ്ങളുടെ കൂടെ നജസ്സായ വസ്ത്രങ്ങളും കൂടി ഉൾപ്പെടുത്തി എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ട് അലക്കാമോ എന്നായിരിക്കാം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വസ്ത്രങ്ങളിൽ നജസ്സായി കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാമിൽ നജസ്സായി പരിഗണിക്കപ്പെടുന്ന ആർത്തവ രക്തം പോലുള്ളവ സ്വഹാബ വനിതകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്ന് ആ വിഷയത്തിലുള്ള സംശയ നിവാരണം നടത്തിയിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് നജസ്, അത് നജസ്സാണ്, അതിൽ നിന്ന് ശുദ്ധിയാകണം, അത് കഴുകിക്കളയണം എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ നജസ്സായ ഒരു വസ്ത്രം വാഷിംഗ് മെഷീനിൽ അത് മാത്രമായി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇടാമോ എന്നാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സത്യത്തിൽ അയാൾക്ക് ആ ഒന്ന് പുറത്തേക്ക് കഴുകിയതിന് ശേഷം, ശുദ്ധീകരിച്ചതിന് ശേഷം മറ്റു വസ്ത്രങ്ങളുടെ കൂടെ ഇടുകയാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്, നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒരു തവണ മാത്രമല്ല 2-3 തവണ വൃത്തിയായി എന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉണക്കാറുള്ളത്. അപ്പോൾ ഒരാൾക്ക് നജസായ വസ്ത്രം പുറത്തേക്ക് കഴുകാൻ സാധിക്കാതെ അത് വാഷിംഗ് മെഷീനിലിട്ടു, അത് മറ്റു വസ്ത്രങ്ങളും അതിൻ്റെ കൂട്ടത്തിലിട്ടു എങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ നജസ് മറ്റു വസ്ത്രങ്ങളിൽ ആകുന്നുണ്ട് എങ്കിൽ 2-3 തവണ അത് കഴുകുമ്പോൾ പൂർണ്ണമായി എല്ലാ വസ്ത്രങ്ങളും ശുദ്ധിയാകുന്നുണ്ടോ എങ്കിൽ അങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല. പൊതുവെ സ്ത്രീകളൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന വീട്ടിലുള്ള ചെറിയ കുട്ടികളുടെ കഷ്ണങ്ങളും മറ്റുമൊക്കെ അതൊന്ന് പുറത്തേക്ക് കഴിയുന്നതിന് ശേഷം ആണ് ഇങ്ങനെ ഇടാറുള്ളത്. അല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ മാത്രമായിട്ടാണ് വാഷിംഗ് മെഷീൻ ഇടാറുള്ളത്. ഇനി ഒരു ചോദ്യത്തിന് വേണ്ടി മറ്റു വസ്ത്രങ്ങളും കൂടെ ഇടാമോ എങ്കിൽ ഇടാം. പക്ഷേ എല്ലാ വസ്ത്രങ്ങളും പൂർണ്ണമായി നജസിൻ്റെ അടയാളം നീങ്ങുക എന്ന് പറയുമ്പോൾ നിറമുണ്ടെങ്കിൽ നിറം നീങ്ങുക, ഗന്ധമുണ്ടെങ്കിൽ ഗന്ധം നീങ്ങുക, അങ്ങനെ എല്ലാ വസ്ത്രങ്ങളും നീങ്ങി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല. നജസായ വസ്ത്രങ്ങൾ മാത്രവും കഴുകാവുന്നതാണല്ലേ? അതെ, കാരണം അതെ. നമ്മൾ അപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നത് വാഷിംഗ് മെഷീൻ നജസാകില്ലേ എന്നാണ്. സ്വാഭാവികമായി 2-3 തവണയോ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വാഷിംഗ് മെഷീൻ ആ ഭാഗങ്ങൾ കഴുകുമ്പോൾ സ്വാഭാവികമായി നജസ് നീങ്ങിപ്പോകുന്നതാണ്. അതെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അത് ഒരു തവണ അതിനകത്തേക്ക് ഇട്ടാൽ അലക്കി ഉണക്കി പുറത്തു വരുന്ന രീതി. മാത്രമല്ല നജസ്, ഇപ്പോൾ നജസിൻ്റെ പ്രത്യേകത ഇസ്തിഹാലത്തുൻ നജാസ, ഒരു നജസ് അതിന് രൂപവ്യത്യാസം വന്നു നജസ് അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് നജസ് അല്ല എന്നാണ്. ഇപ്പോൾ ഉദാഹരണമായി പഴയ കാലത്തൊക്കെ കുട്ടികൾ വിസർജിക്കാറുണ്ടായത് മുറ്റത്തായിരുന്നല്ലോ ചില പഴയകാല ഗ്രാമങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വസ്തു അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മണ്ണായി രൂപാന്തരപ്പെട്ടു എന്ന് വിചാരിക്കുക, അത് ഇസ്തിഹാലത്തുൻ നജാസ എങ്കിൽ പിന്നീട് അത് നജസ് അല്ല എന്നാണ്. അതിന് സമാനമാണ് സുർക്ക. ആ സുർക്ക അത് കാലപ്പഴക്കം കൊണ്ട് കൃത്രിമം ഒന്നും ചേർക്കാതെ പിന്നീട് അത് സുർക്കയായി മാറിക്കഴിഞ്ഞാൽ അതിന് പിന്നീട് മദ്യത്തിൻ്റെ ഖംറിൻ്റെ വിധിയല്ല ഉള്ളത്, അത് അനുവദനീയമാണ്. ഇതേപോലെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് അതിന് നജസൊക്കെ പോയി അല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്കായി എങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, അത് നജസല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെയാണ് വരിക.